നമസ്കാരം. സ്പിരിച്വൽ അനാറ്റമി സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമ്മൾ 10ാമത്തെ പോയിന്റാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10ാമത്തെ പോയിന്റ് തന്നെ പ്രഭു എന്നുള്ള ആ സ്റ്റേറ്റിൻ്റെ ആരംഭം. 9ാമത്തെ പോയിന്റ് പ്രപന്ന പ്രഭു, ഇവിടെ പ്രഭുവായി. 10ാമത്തെ പോയിന്റ് പൊസിഷൻ നമ്മൾ പറഞ്ഞു. സഹസ്രതല കമ്പത്തത് രണ്ടുപേരിലും മുന്നോട്ടാണ് 10ാമത്തെ പോയിന്റ്. ഈശ്വര എന്നുള്ള ആ പദം, ക്രിയേറ്റർ എന്നുള്ള ആ പദം 10ാമത്തെ പോയിന്റ് അങ്ങോട്ട് പ്രവേശനമില്ല എന്ന് ബാബുജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്. ഈ 10ാമത്തെ പോയിന്റിന് ശേഷം തന്നെയാണ് നമ്മുടെ സ്പിരിച്വൽ എൻറ്റിറ്റി രൂപപ്പെടുന്നത്. ബ്രൈറ്റർ വേൾഡിൽ നമ്മൾ സ്പിരിച്വൽ എൻറ്റിറ്റി എന്നുള്ള രൂപത്തിൽ നിലനിൽക്കുന്നു. എല്ലാവർക്കും ഉണ്ടൊരു എൻറ്റിറ്റി. പക്ഷേ നമ്മുടെ വലിയ ഭാഗം ഈ ഭൂമിയിലാണ് പ്രവർത്തിക്കുന്നത്, ഭൗതിക ലോകത്തിലാണ്. നമ്മുടെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ആ എൻറ്റിറ്റി ആയിട്ട് അവിടെ ഉള്ളൂ. അപ്പോൾ ഞാനൊരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്, നമ്മൾ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഭൗതികമായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ശക്തി ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ സ്പിരിച്വൽ പ്രോഗ്രസ്സിനെ ബാധിക്കും. നേരെ മറിച്ചിട്ട് നമ്മൾ ഇവിടെ സ്നേഹത്തോടെ ജീവിക്കുകയാണെങ്കിൽ, ഇവിടെ പവർ ഉപയോഗിക്കാതെ സ്നേഹത്തോടെ ഉപയോഗിക്കുകയാണെങ്കിൽ, ആക്സെപ്റ്റൻസിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ അധികം ആക്ട് ചെയ്യേണ്ടി വരില്ല. നമ്മുടെ സ്പിരിച്വൽ എൻറ്റിറ്റി അവിടെ നിന്നുകൊണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സ്പിരിച്വൽ എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഒരു വിശാലമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു വിശാലമായിട്ടുള്ള ബോധമാണ്. ഈ ലോകത്തിലുള്ള സർവ്വചരാചരങ്ങളുടെയും സെൽഫ് ഈഗോസ് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ സ്പിരിച്വൽ എൻറ്റിറ്റി രൂപീകരിക്കുകയാണ്. ഇപ്പോൾ പല തുള്ളികൾ ജോയിൻ ചെയ്ത് പെരുവെള്ളം ഉണ്ടാവുന്ന പോലെ. അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് ഒറ്റയ്ക്കല്ല. അപ്പോൾ സ്പിരിച്വൽ എൻറ്റിറ്റി ബ്രൈറ്റർ വേൾഡ് എക്സ്പാൻഡ് ചെയ്യും തോറും ഇവിടെ ഭൂമിയിൽ ഞാൻ എന്നുള്ള ആ വ്യക്തിത്വം പ്രവർത്തിക്കുമ്പോൾ ശരിക്കും ഒരാളല്ല അവിടെ പ്രവർത്തിക്കുന്നത്. പ്രപഞ്ചത്തിലെ സർവ്വഘടകങ്ങളുടെയും എൻറ്റിറ്റി അവിടെ ഒന്നിച്ച്, കാരണം അതിൻ്റെ പുറകിലുള്ള അബ്സല്യൂട്ട് കൂടുതൽ കൂടുതൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ഒരു സ്റ്റേറ്റ് എത്തുമ്പോൾ ഞാൻ അവിടെ മാഞ്ഞു പോകുന്നു, ശരിക്കുള്ള അബ്സല്യൂട്ട് അവിടെ പ്രകടമാകും. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. പ്രസൻസ് ഇൻ ആബ്സെൻസ് എന്ന് പറയും. നമ്മളുണ്ട്, ഞാൻ എന്നുള്ളത് അവിടെ ഉണ്ട്, പക്ഷേ ഞാൻ എന്നുള്ള ഈ അഹംബോധം അവിടെ ഇല്ല. എവിടെയെല്ലാം പോകുമ്പോഴും അവിടെയെല്ലാം ആ ഡിവിനിറ്റി മാത്രം ഒരു തടസ്സവും അല്ലാതെ പ്രത്യക്ഷപ്പെടുമ്പോഴാണ്, അതാണ് ശരിക്കും നിരന്തര സ്മരണ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ ഈ പ്രഭു സ്റ്റേറ്റിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ നമുക്കൊരു ബിലോങ്ങിങ്നെസ് ഫീൽ ചെയ്യുന്നു എന്ന് നമുക്ക് പറഞ്ഞു. ബിലോങ്ങിങ്നെസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ സാമ്രാജ്യത്തിലാണ്, എൻ്റെ പിതാവിൻ്റെ ആ മാൻഷനിൽ തന്നെയാണ്, വ്യത്യാസമില്ല, ഞാനും പിതാവും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ള ബോധം വരാൻ തുടങ്ങും. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ട് മൈ ഫാദർ ആൻഡ് ഐ ആർ വൺ. അപ്പോൾ ഒരു മകൻ അച്ഛൻ്റെ ആ സ്വഭാവങ്ങൾ, തൻ്റെ അച്ഛൻ്റെ ആ സ്വഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതേ ഉത്തരവാദിത്തത്തോട് പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. അതാണ് പ്രഭുഭാവം എന്ന് പറഞ്ഞത്. പക്ഷെ അപ്പോഴും അച്ഛൻ അവിടെ ഉണ്ട്, ഞാനുണ്ട്, മകനുണ്ട് എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പോൾ ഒരു ക്ലാരിറ്റി ആവശ്യമുണ്ട്. ഈ ബിലോങ്ങിങ്നെസ് വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. സ്വത്ത് എല്ലാം എൻ്റെ കയ്യിലാണ് എന്ന് വെച്ച് നമുക്ക് ധാരാളിത്തത്തോടെ ജീവിക്കാം. അങ്ങനെയുള്ള രാജ്യങ്ങളും കുടുംബങ്ങളെയും പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വത്തിൻ്റെ ഉടമയാണെന്ന് അറിഞ്ഞോട് കൂടിയിട്ട് ധാരാളി, അങ്ങനെ തറവാടിൻ്റെ കഴുക്കോലും എല്ലാം അഴിച്ചു മാറ്റുന്ന പറയും, അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ശ്രദ്ധിക്കാതെ ഉണ്ടാകുമ്പോൾ ഉള്ള പ്രശ്നം. സ്പിരിച്വൽ എൻറ്റിറ്റി അവിടെ രൂപീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ആ പവേഴ്സ് പ്രഭുഭാവം വരുമ്പോൾ നമ്മൾ ഇവിടെ മിസ്ബിഹേവ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ ക്യാരക്ടറിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ സ്പിരിച്വൽ എൻറ്റിറ്റി സഫർ ചെയ്യുമെന്ന് നമ്മുടെ മാസ്റ്റർ പറയുന്നത് കൊണ്ടാണ്. കാരണം പിന്നെ അങ്ങോട്ടുള്ള യാത്ര ബ്ലോക്ക് ചെയ്യുന്നു. പിന്നെ അങ്ങോട്ടുള്ള യാത്രയിൽ മാസ്റ്റർക്ക് നമുക്ക് പ്രചോദനം തരാനേ പറ്റുള്ളൂ. അത് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു, നമുക്ക് ഉത്തരവാദിത്വം കൂടി. അതുകൊണ്ട് നമ്മൾ ഞാൻ അറിയില്ല എന്ന് പറയാൻ സാധിക്കില്ല. ഭൗതികതയിൽ തന്നെ ഒരു നിയമം അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നത് വലിയൊരു മിസ്റ്റേക്കാണ്. അറിയാതെ ചെയ്യുന്നതിന് അത്ര വലിയ ശിക്ഷയില്ല. ഇപ്പോൾ കുട്ടികളൊക്കെ എന്തെങ്കിലും ചെയ്താൽ ശിക്ഷയില്ല. കുട്ടികളെയൊക്കെ ദുർഗുണ പാഠശാലയിലേക്ക് അയക്കും. അല്ലെങ്കിൽ മറ്റുള്ള ചരാചരങ്ങൾ പലതും ചെയ്തു. ആന കാട്ടിൽ പോയിട്ട് മരം പുഴക്കിടുമ്പോൾ നമ്മളതിനെ ശിക്ഷിക്കുന്നില്ല. കാരണം അത് ഇഗ്നോറൻ്റ് ആണ്.
ആന വനനശീകരണം നടത്തുമെന്ന് പറയാൻ പറ്റില്ല. കുട്ടികൾ സാധനം നശിപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. കുട്ടികൾക്ക് അത് അറിവില്ല. പക്ഷെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് വലിയൊരു ശിക്ഷ. ആ ശിക്ഷ നമ്മൾ തന്നെ ഏറ്റെടുക്കുകയാണ്. അതാണ് ഈ സ്പിരിച്വൽ എൻറ്റിറ്റി രൂപീകരിച്ചതിന് ശേഷം ഭൗതികമായിട്ട് നമ്മൾ അഹംബോധത്തോട് പെരുമാറുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം. അപ്പോൾ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷന് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഈ പ്രഭു പത്താമത്തെ പോയിന്റിന്റെ മെയിൻ എലിമെന്റ് എയർ എലിമെന്റ് ആണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ക്ലാരിറ്റി ഓഫ് തോട്ട് ആണ്. എല്ലാത്തിനും ഒരു വിവേകം, എന്ത് പ്രവർത്തിക്കുമ്പോഴും ഒരു ബാലൻസ് വരണം. പക്ഷെ ഈ ക്ലാരിറ്റിയുടെ ഒപ്പം തന്നെ വിനയവും വേണം. അപ്പൊ ബിലോങ്ങിങ്നെസ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്കൊരു വിനയാന്വിതനാവേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ പദം വരെ എന്നെ എത്തിച്ചിട്ടുള്ള എൻ്റെ മാസ്റ്റർ ഉണ്ട്. മാസ്റ്റർ ഇല്ലാതെ എനിക്ക് ഇവിടെ എത്താൻ പറ്റില്ല. അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അപ്പൊ കൂടുതൽ മാസ്റ്റർ ഡിപ്പെൻഡന്റ് ആവേണ്ട ഒരു സ്റ്റേറ്റ് ആണ്. നമ്മുടെ മാസ്റ്റേഴ്സ് എപ്പോഴും പറയുന്ന കാര്യമാണ്, മാസ്റ്ററിനെ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. അവസാനം വരെ കൈവിടാൻ പാടാത്തത് മാസ്റ്ററുടെ കൈകളാണെന്ന് ചാരിജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ എത്തി, എനിക്ക് ഇനി ആവശ്യമില്ലാന്ന് തോന്നിയാൽ അത് വീഴ്ചയുടെ തുടക്കമാണ്. അപ്പൊ ഈ ഒരു തരത്തില് ക്ലാരിറ്റി നമുക്കുണ്ട്, അതേ സമയത്ത് തന്നെ നമുക്ക് മനോധൈര്യമുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എയർ പോയിന്റ്, അതുമാതിരി അതിന്റെ വാട്ടർ എലിമെന്റ്. പത്താമത്തെ പോയിന്റിന്റെ മെയിൻ എലിമെന്റ് എയർ ആണ്. അതിലെ വാട്ടർ എലിമെന്റുമായിട്ടുള്ള ഹാർമണി, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അസാമാന്യമായിട്ടുള്ള ഒരു ധൈര്യവും ഇവിടെ വന്നു ചേരുന്നു. ഭഗവാൻ ശ്രീരാമൻ പറയുന്നത് ഞാനാണ് അഭയം നൽകുന്നത്. ഭഗവാൻ എപ്പോഴും പ്രസൻസ് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യം തരും. മാസ്റ്ററുടെ പ്രസൻസ് കൊണ്ട് നമുക്ക് ധൈര്യം തരും. പക്ഷെ നമ്മളത് വിസ്മരിക്കാൻ പാടില്ല. ഇപ്പൊ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശത്തിൽ നിന്നാണെന്നുള്ളത് ചന്ദ്രൻ വിസ്മരിച്ചാൽ എന്തായിരിക്കും? ചാരിജി മഹാരാജ് ഒരു കഥ പറയാറുണ്ട്. ചന്ദ്രൻ ഒരു വരം ചോദിച്ചു നോക്കാം, അതായത് സൂര്യൻ പ്രകാശിക്കുന്നത്. അപ്പൊ എന്തൊരു മണ്ടത്തരാണ്, സൂര്യൻ ഇല്ലെങ്കിൽ ചന്ദ്രൻ പ്രകാശിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്ന പ്രവൃത്തികൾ, നമ്മളിലൂടെ എന്തെങ്കിലും ഇവിടെ സംഭവിക്കുകയാണെങ്കിൽ പലരും അത്ഭുതങ്ങളാന്ന് പറയും. സ്പിരിച്വലായിട്ട് പ്രോഗ്രസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ ഒരു മിറക്കിള് സംഭവിക്കുന്നു. ചിലപ്പോൾ സാധാരണ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അതിന് നമ്മൾ സാധാരണ ആൾക്കാർ അത്ഭുതം എന്ന് പറയും. അപ്പോൾ അത്ഭുതം എന്ന് വിചാരിച്ചിട്ട് ഞാനാണ് ചെയ്തതെന്ന് തോന്നൽ വരാൻ പാടില്ല. അതിൻ്റെ പ്രവൃത്തി ചെയ്ത ആളാരാണ്? മാസ്റ്ററാണ്. അപ്പോൾ നമ്മുടെ മാസ്റ്റേഴ്സിന്റെ പ്രവൃത്തികളെല്ലാം നമുക്ക് മിറക്കിൾ കാണാൻ സാധിക്കും. പക്ഷെ ഒരു കണിക പോലും അവിടെ അഹംഭാവമില്ല, പൂർണ്ണമായിട്ടുള്ള വിനയാന്വിതമാണ്. ഇപ്പം മാസ്റ്റർ പെർമിറ്റ്സ് എന്നാണ് എപ്പോഴും പറയാറ്. മാസ്റ്റർ എപ്പോഴും പെർമിറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ ചെയ്യുന്നതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ഫീലിംഗ്, വിനയം, അപ്പോൾ കറേജിന്റെ ഒപ്പം തന്നെ വിനയം കൂടി നമ്മൾ കൊണ്ടു നടക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാതയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ. കാരണം ഇതുവരെ മാസ്റ്റർ നമ്മളെ പിടിച്ചുയർത്തേ, ഇനി നമുക്ക് ഉത്തരവാദിത്വം കൂടി. നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലായി, ഇവിടെ സാധനയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനി മാസ്റ്ററുടെ വർക്ക് ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. താജി പറയുന്നത് ജനറോസിറ്റി, അറിഞ്ഞുകൊണ്ട് മാസ്റ്ററുടെ വർക്ക് ചെയ്യേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം. അവിടെ ഈഗോ ഇല്ല, ജലസി ഇല്ല, വെറുപ്പില്ല, ഇതൊന്നും അവിടെ നിലനിൽക്കില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇനി അങ്ങോട്ടുള്ള യാത്ര. പ്രഭു ഭാവം എന്ന് പറയുന്നത് ശരിക്കും 10ാമത്തെ പോയിന്റ് ടു 12ാമത്തെ പോയിന്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എ പോയിന്റ് മെഡിറ്റേഷനും ബി പോയിന്റ് ക്ലീനിങ്ങും അധികം ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഗുലർ സാധന കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. ബാബുജി മഹാരാജ് വിസ്പേഴ്സിൽ മീഡിയത്തിനോട് പറയുന്നുണ്ട്. മീഡിയ ഒരിക്കൽ ചോദിച്ചു, ഞാൻ ഏത് പോയിന്റ് ആണെന്ന് പറഞ്ഞത്, യു ആർ ഇൻ ദ 13th പോയിന്റ്, അത് സെൻട്രലാണ്, സെൻട്രൽ റീജിയനിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് ഒരു ദിവസം ബാബുജി മഹാരാജ് തന്നെ പറയുന്നു, യു ആർ നോട്ട് മെഡിറ്റേറ്റിംഗ് വെൽ, നീ മെഡിറ്റേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ ഉയരുന്നവരും കൂടുതൽ നമ്മുടെ സാധനയിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മളിവിടെ ജീവിക്കുകയാണ്, ഇവിടെ ഇൻവോൾവ് ആയിരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അതിൽ കൂടുതൽ കെയർ ചെയ്യണം. ഇന്നത്തെ നമ്മളുടെ ഈ പ്രാക്ടീസിൽ നമുക്ക് എയർ എലിമെന്റ്, പ്രഭു പോയിന്റ് 10ാമത്തെ പോയിന്റ്, എയർ എലിമെന്റും വാട്ടർ എലിമെന്റും തമ്മിലുള്ള ഒരു ഹാർമണി, അതേക്കുറിച്ചിട്ടാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രഭു പോയിന്റിന്റെ ബിലോങ്ങിങ്നെസ്, 10ാമത്തെ പോയിന്റ് ബിലോങ്ങിങ്നെസ്,
അതിൻ്റോടൊപ്പം തന്നെ ക്ലാരിറ്റിയും വേണം, കറേജും വേണം. അതിൻ്റെ മാസ്റ്ററോടുള്ള ആ വിശ്വാസവും വിനയവും എല്ലാം ഉൾപ്പെട്ടിട്ടാണ് നമ്മുടെ യാത്ര ഇനി അങ്ങോട്ട്. അപ്പോൾ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. നമ്മൾ മെഡിറ്റേഷൻ തുടങ്ങുമ്പോൾ ഒന്നാമത്തെ പോയിന്റിലാണ് മെഡിറ്റേറ്റ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇടത്തെ ഭാഗത്ത് ചെസ്റ്റിൽ താഴെയാണ്. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, പതുക്കെ ശ്രദ്ധ അഞ്ചാമത്തെ പോയിന്റിലേക്ക്. അഞ്ചാമത്തെ പോയിന്റിൻ്റെയും 10ാമത്തെ പോയിന്റിൻ്റെയും എലിമെൻസിൻ്റെ കോൺഫിഗറേഷൻ ഒരുപോലെയാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. 5ാമത്തെ പോയിന്റിലേക്ക് ശ്രദ്ധ തിരിക്കൂ. അതേസമയം 10ാമത്തെ പോയിന്റിലേക്കാണ് നമ്മൾ അറ്റൻറ്റീവ് ആവേണ്ടത്. 10ാമത്തെ പോയിന്റ് സഹസ്രതല കമലത്തിന് 2 പേരുടെ മുന്നിലാണ്. ആദ്യം ശുദ്ധീകരണം. 10ാമത്തെ പോയിന്റ് എയർ എലിമെന്റ് ആണ്. അതായത് സെൻട്രലിൽ എയർ എലിമെന്റ്, അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. നീ 1ാമത്തെ പോയിന്റിലേക്ക് പോകും. 1ാമത്തെ പോയിന്റ് ലെഫ്റ്റ് സൈഡ് ഓഫ് ചെസ്റ്റ് ലോവർ പാർട്ടിലാണ്. അവിടെ 9 o'clock പൊസിഷനിലാണ് എയർ എലിമെന്റ്. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. ഈ സെക്കൻഡ് പോയിന്റിലേക്ക് വരും. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ആകാശമാണ് എലിമെന്റ്, സ്പേസ്. അവിടെ 6 o'clock പൊസിഷനിലാണ് എയർ എലിമെന്റ്. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. ഇനി തേർഡ് പോയിന്റിലേക്ക് വരും. തേർഡ് പോയിന്റ് ലെഫ്റ്റ് സൈഡ് ഓഫ് ചെസ്റ്റ് അപ്പർ പാർട്ടിലാണ്. തേർഡ് പോയിന്റിൽ 3 o'clock പൊസിഷനിലാണ് എയർ എലിമെന്റ്. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. ഫോർത്ത് പോയിന്റിലേക്ക് വരും. ഫോർത്ത് പോയിന്റ് എന്ന് പറയുമ്പോൾ ജലചക്രമാണ്. അവിടെ 12 o'clock പൊസിഷനിലാണ് എയർ എലിമെന്റ്.
അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. തിരിച്ച് അഞ്ചാമത്തെ പോയിന്റിലേക്ക്, 10ാമത്തെ പോയിന്റിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് സെൻട്രലിലേക്ക് തിരിച്ചു വരും. ശുദ്ധീകരണം കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മൾ 10ാമത്തെ പോയിന്റിൽ എയർ എലിമെന്റും വാട്ടർ എലിമെന്റും, വായുവും ജലവും തമ്മിലുള്ള ഹാർമണി, അതാണ് ഇന്നത്തെ നമ്മുടെ മെഡിറ്റേഷൻ. 10ാമത്തെ പോയിന്റ് ക്വാളിറ്റി ആയിട്ടുള്ള ബിലോങ്ങിങ്നെസ്. അവിടെ എയർ എലിമെന്റിന്റെ വിവേകബോധവും വാട്ടർ എലിമെന്റിന്റെ കറേജ്, ധൈര്യവും ഹാർമണൈസ് ചെയ്യുകയാണ്. മാസ്റ്ററോടുള്ള പൂർണ്ണമായിട്ടുള്ള സമർപ്പണ ബോധത്തോടു കൂടിയിട്ട് ലക്ഷ്യം പൂർണ്ണമായിട്ടും മനസ്സിൽ ഉറപ്പിച്ച് ഈ സ്വഭാവ ഗുണങ്ങളെല്ലാം ഹാർമണൈസ് ചെയ്യുകയാണ് എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ ധ്യാനിക്കും. Please start meditation. ഓക്കെ, മാസ്റ്ററുടെ അനുഗ്രഹത്താൽ ആർജിച്ചിട്ടുള്ള ഈ സ്വഭാവ ഗുണങ്ങൾ മാസ്റ്ററുടെ സേവനത്തിനായി ഉപയുക്തമാകും എന്നുള്ള സങ്കല്പത്തോടു കൂടിയിട്ട് കണ്ണുകൾ തുറക്കും.